ഇങ്ങോട്ട് താഴോട്ടുണ്ടല്ലേ. എന്ത് പറഞ്ഞതാണെന്ന് കടക്ക് പുറത്ത് അടുക്ക ജയശങ്കർ ചേരുന്നു. അടുക്ക ജയശങ്കർ, എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇവരുടെ പോര് ജനങ്ങളുടെ സ്വരജീവിതം തകർക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഗവർണർ ഇടപെടുന്നത്. ഇപ്പോൾ സമാധാന ചർച്ച നടക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകരോട് നേരെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രമേൽ രോഷവും ക്ഷോഭവും ഉണ്ടാകുന്നത് ശ്രീ ജയശങ്കർ? അത് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 70 വർഷത്തോളമായി. കേരളപ്പിറവി കഴിഞ്ഞിട്ട് 60 വർഷമായി. ഇതിനു മുമ്പ് ഒരുപാട് മുഖ്യമന്ത്രിമാർ ഈ നാട്ടിലുണ്ടായിരുന്നു. പട്ടണാണുള്ള സാർ മുതൽക്ക് ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത്. തിരുവിതാംകൂർ മുതൽ കേരള മുഖ്യമന്ത്രിമാരൊക്കെ ആയിട്ടിരുന്നവരാണ്. പക്ഷെ അവരാരും ഇങ്ങനെ പത്രക്കാരോട് ആക്രോശിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം നമുക്ക് പലപ്പോഴും പത്രങ്ങളോട് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ പറയുകയൊക്കെ ചെയ്തത്, ചർച്ചകൾ നടത്തി. പക്ഷെ അതേ ആരോടും ആക്രോശിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിന് മുമ്പ് കരുണാകരനോ നായനാരോ അച്യുതമേനോ ഇവരാരും തന്നെ മാധ്യമക്കാരോട് ആക്രോശിച്ചായിട്ട് കേട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ വീട്ടിൽ നിന്ന് പുറമേക്ക് ഭാര്യയായിട്ട് വഴക്കിട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഭാര്യയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പാവപ്പെട്ട പത്രക്കാരുടെ നെഞ്ചത്ത് കയറിയെന്ന് വിചാരിക്കാനാണ് ഞാൻ നോക്കിയിട്ട് യുക്തി കാണുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചില മാഷന്മാർ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് വഴക്കിട്ടിട്ട് വന്നാൽ പിള്ളേരെ പിടിച്ച് പൊതുക്കും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അടുക്ക ജയശങ്കർ, ഈ RSS BJP നേതാക്കളും CPM നേതാക്കളും ഒരുമിച്ച് ഒരു ഡയസിലിരിക്കുക എന്നുള്ളത് താഴെത്തട്ടിലെ ഇരുവിഭാഗത്തിൻ്റെയും പ്രവർത്തകർക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണല്ലോ. അതിൻ്റെ കൂടി ഭാഗമാണ് അവിടെ പോകുന്നത്. മാത്രമല്ല, ഈ ഹാളിനുള്ളിൽ പ്രവേശിക്കരുന്ന വിലക്ക് മാധ്യമപ്രവർത്തകർക്ക് അതിന് മുൻപില്ല. സ്വാഭാവികമായും ക്യാമറയെ പോകുന്ന ക്യാമറാമാൻമാർ അതിനുള്ളിൽ കടക്കും, ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കും. അതാണല്ലോ അവരുടെ തൊഴിൽ. കടക്ക് പുറത്ത് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. അടുക്ക ജയശങ്കർ, അതിപ്പോൾ ഓരോരുത്തരുടെ ഒരു സംസ്കാരമുണ്ട്. നമ്മളാരെങ്കിലും വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ RSS നേതാക്കളും അല്ലെങ്കിൽ BJP നേതാക്കളും മാർക്സിസ്റ്റ് നേതാക്കളും തമ്മിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുന്നു. അവിടെ മാധ്യമ പ്രവർത്തകരുടെ പ്രവേശനം അനഭിലഷണീയമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അവിടെ മാധ്യമ പ്രവർത്തകർ വരുമ്പോൾ തന്നെ അവരോട് പറയണം, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സാന്നിധ്യത്തിലല്ല ചർച്ച നടക്കുന്നത്. നിങ്ങൾ ദയവായി ഈ ചർച്ച തീരുന്നവരെ ക്ഷമിക്കൂ, പുറത്ത് കാത്തു നിൽക്കൂ എന്ന് പറയാം. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ലോകത്ത് നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും മാധ്യമ പ്രവർത്തകരെ കയറ്റാറുണ്ടോ? ഇല്ല. പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ പുറത്ത് നിർത്താറുണ്ട്. മാധ്യമ പ്രവർത്തകർ പുറത്ത് നിന്ന് നടത്തേണ്ട മീറ്റിങ്ങുകൾ പലതും ഉണ്ടാവാറുണ്ട്. അവിടെ മാധ്യമ പ്രവർത്തകർ അവരുടെ മറ്റ് ജോലി ചെയ്യുന്നു, നേതാക്കന്മാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി ആക്രോശിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇവരവിടെ ഇരിക്കുന്നതിൽ വിരോധം ഉണ്ടെങ്കിൽ അതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ പുറത്തിറക്കിവിടെ. മാധ്യമ പ്രവർത്തകർക്ക് ഇതുവല്ല പുതുമയുള്ള കാര്യമാണ്. അതും അടുക്ക ജയശങ്കർ, ഒരു സമാധാന ചർച്ചയ്ക്ക് എത്തുകയാണ് മുഖ്യമന്ത്രി. ഇത്രമേൽ അസമാധാനത്തോടെയാണ് മുഖ്യമന്ത്രി വരുന്നതെങ്കിൽ ആ സമാധാന ചർച്ചയുടെ ഫലം എന്താകും ജയശങ്കർ? അല്ല, ഇപ്പൊ ഇവർ തമ്മിൽ എന്ത് ചർച്ച നടത്തിയാലും ഇതിന്റെ ഫലം എന്തായിരിക്കും നമുക്കറിയാമല്ലോ. ഈ രണ്ട് പാർട്ടികളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പുള്ളി മാറ്റാൻ പറ്റുമോ? മാർക്സിസ്റ്റുകാരുടെ RSSകാരുടെ അക്രമ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇന്നത്തെ ചർച്ച കൊണ്ടില്ല. ഏത് ചർച്ച കൊണ്ട് തീരുമോ? ഇത് അറബി ഇസ്രായേൽ പ്രശ്നം തീർപ്പായ പോലെ ഇവിടുത്തെ RSSകാരും മാർക്സിസ്റ്റുകാരും തമ്മിലുള്ള തർക്കം തീരാൻ പോകുന്നില്ല. ഇത് ഇന്നൊന്നിലെ തുടങ്ങിയതല്ലോ. കൊല്ലം 50 1969 തുടങ്ങിയ യുദ്ധമാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരു പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇത്ര വലിയ ആക്രമണവും ഏറ്റുമുട്ടലും നടന്ന ഒരു ചരിത്രം ഉണ്ടായിക്കാണില്ല. ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഉണ്ടാകാത്ത ഒരു ചരിത്രമാണിത്. പ്രബുദ്ധം എന്ന് നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ കരുതുന്ന, വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം 50 നേരത്തെ മൂന്നാറിലൊരു ചർച്ച അടുക്ക ജയശങ്കർ ഓർമ്മയുണ്ടല്ലോ, റവന്യൂ മന്ത്രി പങ്കെടുക്കാത്ത ചർച്ച. ആ ചർച്ചയിൽ സർക്കാരും മുഖ്യമന്ത്രിയും CPM പ്രതിരോധത്തിലായിരുന്നു. അന്ന് ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി ആദ്യം തന്നെ മാധ്യമങ്ങളെ വിളിച്ച് ബ്രീഫ് ചെയ്യുകയാണ്. കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ യോഗത്തിൻ്റെ അടിയന്തരാവസ്ഥ. അതിനുശേഷം പറയുകയാണ്, ഇതിനുശേഷം മാധ്യമങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നന്നായിരുന്നു. അത്തരത്തിൽ സൗമനത്തിൻ്റെ ഭാഷ ചില സമയത്തെങ്കിലും മുഖ്യമന്ത്രിക്ക് അറിയാം. അടുക്ക ജയശങ്കർ,
അന്ന് കമല ടീച്ചർ അദ്ദേഹത്തിന് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിപ്പിച്ച് വിജയേട്ട വരുമ്പോഴത്തേക്ക് ഊണ് റെഡിയാക്കി വെക്കാന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇന്ന് അങ്ങനെയല്ല, ടീച്ചർ മുഖം വീർപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ കാരണം. അല്ലാതെ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും തെറ്റിയതുകൊണ്ടല്ലോ സമാധാന യോഗത്തിൽ ഇറക്കി വിട്ടത്. ഈ ധാർഷ്ട്യത്തിന്റെ ഭാഷ എത്രമേൽ നന്നാണ് ഒരു മുഖ്യമന്ത്രിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ? അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ പുണ്യമാക്കാൻ പറ്റുമോ? പിണറായി വിജയനെ കൊണ്ട് സൗമ്യമായിട്ട് സംസാരിപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല. അത് നിങ്ങൾ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ AKAന്റെയോ വല്ലവരൊക്കെ പ്രതീക്ഷിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ നമ്മളിത് പ്രതീക്ഷിച്ചാണല്ലോ. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചൊരു പത്രാധിപരെ ആക്ഷേപിച്ച് നമ്മൾ കേട്ടതല്ലേ? കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവ് ഒരു പത്രാധിപരെ എടോ എന്ന് പറഞ്ഞ് പേരെടുത്ത് വിളിച്ച് ആക്ഷേപിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇതിനു മുമ്പ് വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി എടോ മാത്തുക്കുട്ടി എന്ന് വിളിച്ച് KM മാത്യുവിനെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ സംഭവങ്ങളൊക്കെയും അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വാദത്തിന്, CPMന്റെ വാദത്തിന് എടുക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രകോപനമൊക്കെ ഉണ്ടായിരുന്നു പറയും. ഇതിപ്പോൾ മാധ്യമങ്ങൾ രാവിലെ അവരുടെ പണി ചെയ്യാൻ വേണ്ടി പോകുന്നു, ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് അവരുടെ നെഞ്ചത്ത് കയറുന്നത് മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജയശങ്കർ? അതാണ് മനസ്സിലാവാത്തത്. ഒരു പ്രകോപനവുമില്ല. അല്ല, ഇന്നലെ മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട ഗവർണറെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചിലപ്പോൾ ഗവർണറോട് പറയാൻ പറ്റാത്തത്, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഗവർണറോട് തിരിച്ചു വന്നു അങ്ങോട്ട് പറയാൻ പറ്റിയ കാണില്ല. ഗവർണർ പറഞ്ഞു കേട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇന്നിപ്പോ ആ വാർത്ത പത്രങ്ങളിലും ചാനലിലൊക്കെ വന്നു. അപ്പൊ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു എന്ന വാർത്ത വായിച്ച് ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം കാണും. അതിനാണ് സാധ്യത. നന്ദി ഗവർണറോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ